ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസുവും പത്മകുമാറും ഒക്കെ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ആൾക്കാരാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഓൾറെഡി ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അതിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ ഒരു പക്ഷേ കണ്ടതാണ്, മാറി നിന്നതാണ്. ഇപ്പൊ ഏക ചോദ്യം എന്താ, തന്ത്രിക്കെതിരെ ഇവിടെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നു 2007 ജലഹള്ളിയിലെ അവിടുത്തെ പരികർമ്മിയായിരുന്നു, കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടൊരു തെറ്റല്ലല്ലോ. 2019 ജൂലൈ 20 ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളികൾ എന്ത് ചെയ്തു എന്നുള്ളതല്ലേ പ്രശ്നം. അതിൽ തന്ത്രിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഇല്ല. ഇത് നേരത്തെ ഫോട്ടോ കാണിച്ച് ശ്രീ പിണറായി വിജയൻ അവர்களെയും ശ്രീമതി സോണിയാഗാന്ധിയെ കൊടുക്കുന്നത് പോലെയല്ലേ. ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് താങ്കൾ ചോദിച്ചാൽ അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നില്ലാതെ ഇതുപോലൊരു അറസ്റ്റ് നടക്കുമെന്ന് രാഹുൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഞാൻ ശ്രീ ഗോപീഷ്ണോട് ബാക്കിയുള്ളവരിലേക്ക് പോകുന്നതിന് ഒരു ചോദ്യം തിരിച്ചും ചോദിച്ചോട്ടെ. ഇത്രയും പ്രധാനപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നിലെ തന്ത്രിയെ അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ SIT ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ മീഡിയയ്ക്കും സമൂഹത്തിനും കൊടുക്കണ്ടേ? ഇതുവരെ ലഭ്യമായ വിവരം വരുന്നത് എന്താ? അഴിമതി നിരോധന നിയമമാണെന്നാണ്. ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് നിങ്ങളടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ആ നിയമത്തിന്റെ പേരിലാണോ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്? അതിൽ വ്യക്തത വരാനുണ്ട് രാഹുൽ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതല്ലേ, മാധ്യമങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ വേണമെന്ന് നിർബന്ധമില്ല. ഒരു അന്വേഷണ ഏജൻസിയാണ്, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. മാത്രമല്ല കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ തന്നെ മാധ്യമങ്ങളുടെ ഇടപെടൽ സംബന്ധിച്ച് പോലും SITക്ക് ആക്ഷേപങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സവിശേഷ അധികാരമൊന്നും ഇല്ലല്ലോ, താങ്കൾക്കറിയാമല്ലോ. നമ്മളും ഏതൊരു ഇന്ത്യൻ പൗരനുമുള്ള അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ മുകളിൽ കയറിയുന്നുകൊണ്ട് മറ്റെന്തെങ്കിലും അവകാശമുണ്ടെന്ന് ഭാവിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് രാഹുൽ, ഒറ്റ കാര്യം, അതായത് ഞാൻ പറഞ്ഞത് ഇത് പൂർണ്ണമായും പൊതുസമൂഹത്തെ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണം എന്ന നിർബന്ധം SIT പോലെ ഒരു അന്വേഷണ സംഘത്തിൽ ഇല്ല. കാരണം അത് കോടതിയിൽ ബോധ്യപ്പെടുത്തിയാൽ മതി. അല്ല, ഒരു വരി കൂടെ എടുക്കുകയുള്ളൂ. ഇത് തന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാനിരുന്ന എല്ലാ ചാനൽ ചർച്ചകളിലും നമ്മുടെ ശ്രീ 83-84 വയസ്സുള്ള പക്ഷാഘാതം വന്ന ശങ്കർദാസ് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാഞ്ഞിട്ടല്ല. കാര്യം ട്രയൽ നടക്കട്ടെ, തെറ്റുകാരാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഈ 83 വയസ്സായ സ്ട്രോക്ക് വന്ന ഒരാളെ പീഡിപ്പിക്കരുതെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം മനസ്സിലെ നന്മയും നീതിയുമാണ്. ഇപ്പൊ ഉദാഹരണം ഡി മണി, നമ്മളെല്ലാം 2 ദിവസം ചർച്ച ചെയ്തല്ലോ. ഇപ്പം ഡി മണിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഡി മണി എന്ന് പറയുന്ന ദാവൂദ് മണിയെന്നോ അല്ലെങ്കിൽ ഡയമണ്ട് മണിയെന്നോ അല്ലെങ്കിൽ ദിനേശ് മണിയെന്നോ ഒക്കെ പറഞ്ഞു കൊണ്ടുവന്ന ഒരാൾക്ക് രാഹുൽ ക്ലീൻ ചിറ്റ് കൊടുത്തു. അല്ല, ഞാൻ പറഞ്ഞത് രാഹുൽ, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാത് സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംവാദത്തിന്റെ സ്വഭാവം അതാണ്. പിന്നീട് അത് ശരിയാകാം, തെറ്റാകാം, കോടതിയിൽ ചെല്ലുമ്പോൾ വെറുതെ വിടാം, ഇതൊക്കെ സംഭവിക്കാം. ഞാൻ പറഞ്ഞത് SIT താങ്കൾ തന്നെ പറഞ്ഞതുപോലെ തന്ത്രി കണ്ഠരര് രാജീവരെ പോലെ ഇതുവരെ ഒരു അൺബ്ലെമിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ഈ പർട്ടിക്കുലർ കേസിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പദവിയിലിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, താഴമൺ കുടുംബത്തിൽ ഒരു അംഗത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മതിയായ തെളിവുകളും അത് ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ള വിവരങ്ങളും ഇല്ലെങ്കിൽ അത് നടക്കുമെന്ന് ഏത് ബുദ്ധിയിലാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, കേരളത്തിലെ ആദ്യ തന്ത്രി കുടുംബങ്ങളിലൊന്നാണ് താഴമൺ. അതായത് പരശുരാമൻ കേരളോൽപത്തിയോട് ബന്ധപ്പെട്ട് 2 തന്ത്രി കുടുംബങ്ങളെയാണ് വന്നത്, താഴമണ്ണും തരണനല്ലൂരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുടുംബത്തിനെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ തീർച്ചയായും SIT ചിന്തിച്ചു കാണും. പക്ഷേ ലഭ്യമായ വിവരങ്ങളൊന്നും നിയമത്തിന്റെ കണ്ണിലൂടെ നമ്മുടെ മുമ്പിൽ ഇല്ല. അപ്പോഴാണ് സംശയിക്കുന്നത് ബാക്കി ആരെങ്കിലും രക്ഷിക്കാൻ, ശ്രദ്ധ തെറ്റിക്കാൻ, ഫോക്കസ് തെറ്റിക്കാൻ ചെയ്തതാണോ എന്ന്. ഞാൻ അങ്ങേക്ക് ഉറപ്പ് തരുന്നു, നാളെ കോടതിയുടെ ഭാഗത്തു നിന്ന് കണ്ഠരര് രാജീവർക്കെതിരെ പരാമർശം വരികയാണെങ്കിൽ ഞാൻ അടക്കമുള്ളവർ പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറാകും. പക്ഷേ കോടതി പരാമർശങ്ങൾ വരുന്നത് വരെ നമുക്കൊന്ന് ക്ഷമിക്കണം. കാര്യം സാധാരണക്കാരെ പോലെയല്ല, തന്ത്രി ദൈവജ്ഞനാണ്, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ കടന്നാക്രമിച്ചു എന്നല്ല, സാധാരണക്കാർ കടന്നാക്രമിക്കുന്നതിന് മുമ്പ് ഒരു അവധാനത കാണിക്കണം. കാര്യം മുമ്പ് കണ്ഠരര് മോഹൻറെയും ഇതേപോലെ വേട്ടയാടിയിരുന്നു, അവസാനം അദ്ദേഹം കുടുക്കപ്പെട്ടതാണെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. ശരി രാഹുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.